നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്പുറത്ത് നിൽക്കുന്നവർ എത്ര വലിയ കൊലകൊമ്പന്മാരായാലും തന്റെ തീരുമാനത്തിൽ നിന്നും തന്റെ നീക്കങ്ങളിൽ നിന്നും ഒരടി പുറകോട്ടില്ല എന്ന് തെളിയിക്കുകയാണ് KSRTC ഡ്രൈവറായിട്ടുള്ള യദു. കാരണം പലതരത്തിലുള്ള ഭീഷണികൾ, കാരണം അപ്പുറത്ത് നിൽക്കുന്നത് മേയറും MLAയുമാണ്. പക്ഷേ പലതരത്തിലുള്ള ഭീഷണികളും പല സൈഡിൽ നിന്നും ഉയരാനുള്ള സാധ്യത ഉണ്ടായിട്ടും ഡ്രൈവർ യദു നീതി കിട്ടുവാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പോലീസ് കേസ് എടുക്കാത്തതിനാലാണ് ഡ്രൈവർ യദുവും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. എന്നാൽ കേസ് എടുക്കാത്തതിനാലാണ് ഇപ്പോൾ ഡ്രൈവർ യദു നേരിട്ട് കോടതിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ മേയർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ നേമം സ്വദേശിയും KSRTC ഡ്രൈവറുമായ LH യദു നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, മറ്റ് 3 പേരടക്കം 5 പേർക്കെതിരെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. തന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് മേയർക്കെതിരെ ഡ്രൈവർ ഹർജിയിൽ പരാതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് MLAക്ക് െതിരെയുള്ള പരാതി. കോടതി മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി, അതായത് മെയ് 6 പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, അതുപോലെ കണ്ടാൽ അറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് പരാതി. കേരള പോലീസ്, KSRTC MD അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ജോലി തടസ്സപ്പെടുത്തിയതിനാണ് മേയർക്കെതിരെ പരാതി. അതുപോലെ തന്നെ ബസ്സിൽ അതിക്രമിച്ചു കയറിയതിനാണ് സച്ചിൻ ദേവ് MLAക്കെതിരെ പരാതി. ഈ ഒരു വിഷയം വന്നപ്പോൾ, അതായത് മേയറും അതുപോലെ തന്നെ ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം വന്നപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ലായിരുന്നു മേയർ ആര്യ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് ആ CCTV വിഷ്വൽസ് പുറത്തു വന്നപ്പോഴാണ് മേയർ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് തെളിഞ്ഞത്. പിന്നീട് കേരളം ഒന്നടങ്കം ഡ്രൈവർ യദുവിനൊപ്പം നിൽക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. കാരണം ഭരിക്കുന്നത് അവരാണ്, തങ്ങളുടെ പാർട്ടിയാണ് എന്ന് കരുതി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പ്രതികരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ തങ്ങളുടെ ജോലി എടുത്ത് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ സാധാരണക്കാരായിട്ടുള്ള, അതുപോലെ തന്നെ KSRTC ജീവനക്കാരടക്കം യദുവിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ യദുവിന്റെ ഭാഗത്താണ് സത്യം, അല്ലെങ്കിൽ യദു പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് യദുവിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഇത്രയേറെ ഒരുപക്ഷെ ഒരു KSRTC ഡ്രൈവർക്ക് സപ്പോർട്ട് കേരളത്തിൽ കിട്ടുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. ഏതായാലും ഈ ഒരു വിഷയം വന്നപ്പോൾ മുതൽ തന്നെ മേയർക്കെതിരെ വലിയ രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം വിമർശനങ്ങൾ ഉയർന്നത്. ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രനും തനിക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം നടന്നപ്പോൾ ഒരേ സമയം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ഡ്രൈവർ യദുവും പരാതി നൽകിയിരുന്നു. പക്ഷേ ഡ്രൈവർ യദു നൽകിയിട്ടുള്ള പരാതിയിന്മേൽ ഒരു തരത്തിലുള്ള നടപടിയും ഇന്നേ വരെ കേരള പോലീസ് എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ മേയർ നൽകിയിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊപ്പം ഡ്രൈവറുടെ പരാതി അന്വേഷിക്കുമെന്ന് മാത്രമാണ് കേരള പോലീസ് വ്യക്തമാക്കിയത്. അല്ലാതെ ഡ്രൈവർ യദു നൽകിയിട്ടുള്ള പരാതിയിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല. അതുപോലെ ഈ ഒരു കേസിൽ ഏറെ നിർണായകമായിരുന്നു ബസ്സിലെ CCTV ദൃശ്യങ്ങൾ. എന്നാൽ അതും അപ്രത്യക്ഷമായി. എന്നാൽ അതൊക്കെ എങ്ങോട്ടാണ് പോയതെന്ന് ഇവിടെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവും. കാരണം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത്. ഭരിക്കുന്നത് തങ്ങളാണ് എന്നുള്ള അഹങ്കാരം കൊണ്ട് നടു റോഡിൽ എന്തും കാണിച്ചു കൂട്ടാം എന്നുള്ള അഹങ്കാരമാണ് ഇവിടെ മേയറും സച്ചിൻ ദേവ് MLAയും കാണിച്ചു കൂട്ടിയത്. ഏതായാലും എന്ത് വന്നാലും കോടതി തനിക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ന്യായം തനിക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് യദു നേരിട്ട് കോടതിയിൽ എത്തിയിട്ടുള്ളത്. മെയ് 6 കേസ് പരിഗണിക്കുന്നത്. എന്തായിരിക്കും കോടതി ഈ ഒരു ദൃശ്യങ്ങളും മറ്റെല്ലാം കാണുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്.